ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായതോടെ അന്വേഷണം ശക്തമാണെന്ന് തെളിയിക്കുന്ന നടപടികളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നത്. ചോദ്യം ചെയ്യാനായി SIT ഓഫീസിൽ വിളിച്ചുവരുത്തിയ രാജീവ് കണ്ഠരരെ 5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. SIT മേധാവി ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് തന്ത്രിയെ മാറ്റിയത്. കൊള്ളയ്ക്ക് തന്ത്രിയുടെ മൗനാനുവാദമുണ്ടായിരുന്നെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് തന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഉറപ്പായും തന്നെ കുടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് 2025 ഒക്ടോബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ അറസ്റ്റ് പരമ്പരയിൽ ഇപ്പോൾ 11 പേരെയാണ് SIT കസ്റ്റഡിയിലെടുത്തത്. തന്ത്രി ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റിലായ 11 പേർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. ദൈവതുല്യരായി കാണുന്നവർ കേസിൽ പങ്കാളികളാണെന്ന് A. പത്മകുമാറിന്റെ പ്രതികരണം നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പത്മകുമാർ ഉദ്ദേശിച്ച ദൈവതുല്യൻ തന്ത്രിയെ ലക്ഷ്യമിട്ടാണോ എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറസ്റ്റിലായ മറ്റുള്ളവരും SITക്ക് മൊഴി നൽകിയിരുന്നു. തന്ത്രി കുടുംബവുമായുള്ള പോറ്റിയുടെ അടുത്ത ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് പോറ്റി ശബരിമലയിൽ സജീവമായതെന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായം നൽകിയെന്നും ആചാരലംഘനത്തിന് കൂട്ടുനിന്നെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നുമാണ് അതിൽ പ്രധാനം. പൊതുസ്വത്തിന്റെ അപഹരണം, വ്യാജരേഖ ചമയ്ക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് 13ാം പ്രതിയായ തന്ത്രിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നവംബറിലും തന്ത്രിയെ ചോദ്യം ചെയ്തിരുന്നു. ആദ്യം തന്ത്രിയെ വിശ്വാസത്തിലെടുത്താണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കില്ല എന്നായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. ആ സാഹചര്യത്തിൽ നിന്നാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത്. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അഴിമതി നിരോധന പരിധിയിലും ഉൾപ്പെടും. പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള തന്ത്രിക്കറിയാമായിരുന്നു എന്നതാണ് കേസിലെ പ്രധാന വസ്തുത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ നേരത്തെ മൊഴി നൽകിയിരുന്നു. സ്വർണ്ണപ്പാളികളിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന കുറിപ്പ് നൽകിയതും തന്ത്രിയാണ്. നേരത്തെ SITക്ക് നൽകിയ മൊഴിയിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ചാണ് കുറിപ്പ് നൽകിയതെന്നാണ് തന്ത്രി മൊഴി നൽകിയത്. തന്റെ അനുമതിയില്ലാതെയാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൊതിഞ്ഞ അങ്കിയുടെ കേടുപാടുകൾ പരിഹരിക്കാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും തന്ത്രി പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ജ്വല്ലറി ഉടമയായ ബെല്ലാരിയിലെ ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, മുൻ ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാർ എന്നിവരാണ് ഇതുവരെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായത്. യഥാർത്ഥ കൊള്ളക്കാരെ രക്ഷിക്കാൻ തന്ത്രിയെ ബലികൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രി ഇടപെടുകയില്ല. തന്ത്രിയെ കുടുക്കിയാൽ ലാഭമുള്ളവരുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നുവരുന്നത്. കേസിൽ ആരൊക്കെ പങ്കാളികളാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും മുന്നോട്ടു പോകുന്നത്. ഇനിയും ഉന്നതർ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടോ? ആരൊക്കെ ലാഭവിഹിതം അനുഭവിച്ചോ അവർക്കൊക്കെ പിന്നിലായി കുരുക്കുമായി അന്വേഷണ സംഘവും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഓരോ അന്വേഷണ പുരോഗതിയും കാണിക്കുന്നത്. ശബരിമല കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തിട്ടുണ്ട്. ECIR രജിസ്റ്റർ ചെയ്തു.
കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമതിയോടെ ED കൊച്ചി യൂണിറ്റാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.